ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കിളിമുട്ടു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുള്ള സൂര്യോദയം കാണാൻ പോകുന്ന വഴിയിലാണുള്ളത്. ഇന്നലെ കിളിമുട്ടു പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള മോനി വില്ലേജിൽ താമസിച്ച് ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ സൂര്യോദയം കാണാൻ പുറപ്പെട്ടു. അപ്പോൾ സൂര്യോദയം കാണാൻ വെയിറ്റ് ചെയ്യാം. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലെ കിളിമുട്ടു നാഷണൽ പാർക്കിലെ ഉറങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതമാണ് മൗണ്ട് കിളിമുത്തു. അഗ്നിപർവ്വത സ്ഫോടന ഫലമായുണ്ടായ 3 ക്രേറ്റർ ലെഗ്സ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മുന്നിൽ കാണുന്ന ഈ 2 എണ്ണവും പിന്നെ പിറകിലുള്ള ഈ ചെറിയ തടാകവും. സൂര്യൻ ഉദിക്കാതുകൊണ്ട് ചന്ദ്രനെ കാണാം. മോനി ടൗണിൽ നിന്നും കിളിമുത്തു പർവ്വതത്തിലേക്ക് 15 കിലോമീറ്റർ മോട്ടോർ സൈക്കിളിലും പിന്നെ ഒരു അരമണിക്കൂർ നടക്കാനും ഉണ്ട്. ഇവിടെ വരുന്ന മിക്കവാറും പേർ മൗണ്ട് കിളിമുത്തുവിൽ നിന്നുള്ള സൂര്യോദയം കണ്ടിട്ടേ പോവാറുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ കുറെ പേര് സൂര്യോദയം കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാത്തിരുന്ന് സൂര്യൻ പതുക്കെ ഉദിച്ചു തുടങ്ങി. കിളിമുത്തു എന്ന തിളക്കുന്ന തടാകം 3 കളർ ലെഗ്സ് എന്നറിയപ്പെടുന്ന ഈ 3 തടാകങ്ങളിലെ വെള്ളത്തിന് വേറെ വേറെ നിറമാണ്. കൂടാതെ ചില സമയങ്ങളിൽ നിറങ്ങൾ മാറുകയും ചെയ്യാറുണ്ട്. 3 ക്രേറ്റർ ലെഗ്സ് ഉണ്ടെങ്കിലും ഇതിന്റെ അടിയിൽ ഒരേ ഒരു അഗ്നിപർവ്വതം മാത്രമാണ് ഉള്ളത്. ഇപ്പൊ പച്ച നിറത്തിൽ കാണുന്നതാണ് ലേക്ക് ഓഫ് യങ് മെൻ ആൻഡ് മെയ്ഡൻസ്. ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ കാരണം ചില സമയങ്ങളിൽ ഇത് നിറം മാറി വെള്ളയും അതിന് തൊട്ടടുത്ത് രണ്ടാമതായി കാണുന്ന നീല നിറത്തിലുള്ള ബീവിച്ച്ഡ് ഓർ എൻചാന്റഡ് ലേക്ക് നിറം മാറി ചുവപ്പുമാകാറുണ്ട്. അതുപോലെ ഇപ്പൊ കറുപ്പ് നിറത്തിൽ കാണുന്ന ലേക്ക് ഓഫ് ഓൾ പീപ്പിൾ നിറം മാറി ചില സമയങ്ങളിൽ നീല നിറമായിരിക്കും. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് വോൾക്കാനിക് ഗ്യാസുമായി ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് കാരണവും ഓക്സിഡേഷൻ റിഡക്ഷൻ സ്റ്റാറ്റസ് അനുസരിച്ചുമാണ് നിറം മാറുന്നത്. ലോകത്തിൽ ഇവിടെ മാത്രമേ ഇങ്ങനെയൊരു പ്രതിഭാസം കാണാൻ പറ്റൂ. ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെയുള്ള പല അത്ഭുത പ്രതിഭാസങ്ങൾക്കും പേരുകേട്ടതാണ്. ഞാൻ മുൻപൊരിക്കൽ ഇന്തോനേഷ്യയിലെ തന്നെ ജാവയിലെ ഇജിൻ അഗ്നിപർവ്വതത്തിൽ പോയിരുന്നു. അവിടെ എല്ലാവരും രാത്രി 2 മണിക്ക് വോൾക്കാനോ ബ്ലൂ ഫയർ കാണാനാണ് പോവുക. അതും ശരിക്കും കാണേണ്ട സംഭവം തന്നെയാണ്. 5000 ഇന്തോനേഷ്യൻ റുപ്പിയിൽ മൗണ്ട് കിളിമുത്ത് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 1639 മീറ്റർ ഉയരത്തിലാണ് മൗണ്ട് കിളിമുട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ വ്യൂ പോയിന്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ സൂര്യന്റെ പ്രഭാത കിരണങ്ങളേറ്റ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മലനിരകൾ കാണാൻ എന്ത് ഭംഗിയെന്നോ. സൂര്യോദയം കണ്ടതിന് ശേഷം ഇവിടെ നിന്നിറങ്ങി ഇവിടുത്തുകാരുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ ഈ തടാകത്തിലേക്കാണ് പോകുന്നത്. അതിൽ തന്നെ പ്രായമായി മരിച്ചവരുടെ ആത്മാക്കൾ ലേക്ക് ഓഫ് ഓൾ പീപ്പിളിലും ചെറിയ പ്രായത്തിൽ മരിക്കുന്നവർ ലേക്ക് ഓഫ് യങ് മെൻ ആൻഡ് മെയ്ഡൻസിലും സദാചാര ജീവിതത്തിൽ താല്പര്യമില്ലാത്തവരുടെ ആത്മാക്കൾ ബീവിച്ച്ഡ് ഓർ എൻചാന്റഡ് ലേക്കിലേക്കുമാണ് പോകുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തായി കാണുന്ന ലേക്ക് ഓഫ് യങ് മെൻ ആൻഡ് മെയ്ഡൻസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2016 ജനുവരിക്കും നവംബറിനും ഇടയിൽ ഈ തടാകങ്ങൾ 6 പ്രാവശ്യം നിറം മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടില്ല. 1968 കിളിമുട്ട് അവസാനമായി പൊട്ടിത്തെറിച്ചത്. അടുത്തതായി മുകളിൽ നോക്കുമ്പോൾ രണ്ടാമതായി കാണുന്ന നീല നിറത്തിലുള്ള തടാകത്തിനടുത്തേക്കാണ് പോകുന്നത്. സൂക്ഷിച്ച് നടക്കണം. ഇതിൽ വീണാൽ പിന്നെ സൾഫ്യൂരിക് ആസിഡ് അലിഞ്ഞില്ലാതാകും.
ഈ 2 തടാകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഡാം പോലൊരു ഭിത്തിയുണ്ട് ഇവിടെ. അതിന് വലിയ ഉറപ്പൊന്നുമില്ല, ഏത് സമയം പൊളിഞ്ഞു വീഴാമെന്നാണ് പറയുന്നത് കേട്ടത്. എന്തായാലും അതിനു മുകളിലേക്ക് പോകുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ തടാകങ്ങൾ കുറച്ചും കൂടെ അടുത്തായി കാണാം. ഇപ്പോൾ ഈ 2 തടാകത്തിന് ഏകദേശം ഒരേ കളറാണ്. ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുമ്പോഴാണ് വലതുവശത്ത് കാണുന്ന തടാകം ചുവപ്പ് നിറമാവുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ 3 തടാകം ഒരുമിച്ച് കാണിക്കാമായിരുന്നു. ഇനി തിരിച്ച് താഴേക്ക്. ഇതിന് ഏറ്റവും അടുത്തുള്ള എയർപോർട്ടാണ് എൻ്റെ എയർപോർട്ട്. എൻ്റെ സ്ഥലത്തിന്റെ പേരാട്ടോ, എൻ്റെ എയർപോർട്ടല്ല. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. രാവിലെ 8:50 കുപ്പാങ്ങിലേക്കുള്ള ഫ്ലൈറ്റ്. ബാലിയിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഒന്നുകിൽ കുപ്പാങ് വഴി അല്ലെങ്കിൽ ലാബുവാൻ ബാജോ വഴി വേണം പോകാൻ. മോനി എത്തിയപ്പോൾ തന്നെ ഭാഗ്യത്തിന് എൻ്റെ ടൂറിസ്റ്റുകളെ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന ഷെയർ ടാക്സി എത്തി. ഇന്തോനേഷ്യൻ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ അരമണിക്കൂർ മുമ്പേ എത്തിയാലും മതി. എയർപോർട്ട് എത്തിയപ്പോഴേക്ക് 8:30 പക്ഷെ ഇത് വളരെ ചെറിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് ചെക്ക് ഇൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി നേരിട്ട് ഫ്ലൈറ്റിലേക്ക്. ആ കാണുന്നതാണ് എനിക്ക് പോകാനുള്ള വിങ്സ് എയർ ഫ്ലൈറ്റ്. താഴെ ടിമോർ ഐലൻഡ് കണ്ടു തുടങ്ങി. Dear passengers, we will be landing shortly. Please return to your seat. Fasten your seat belt and make sure that your seat bag is up. അപ്പൊ എനിക്ക് കുപ്പാങ് എത്തിയിട്ട് കാണാം. Landing crew, landing station please.